ഇതാണ് ദമാക് ഐലൻഡ്സ് മാസ്റ്റർ പ്ലാൻ. ഹൈലി പ്രസ്റ്റീജിയസ്, ലക്ഷൂറിയസ്, ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ലോഞ്ച് ചെയ്തത്. Thornbury Property CEO മിസ്റ്റർ അബ്ദുൾ ബഷീർ ആണ് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. മിസ്റ്റർ അബ്ദുൾ ബഷീർ, സാധാരണ പ്രോപ്പർട്ടി ഓണേഴ്സ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലോഞ്ചസ് ആണ് അല്ലെ, ഓഫ് പ്ലാൻ ലോഞ്ച് വരുന്ന സമയത്ത്. എന്താണ് ഈ ഒരു ദമാക് ഐലൻഡ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്? ദമാക് ഐലാൻഡിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ആണ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളതിൽ ഏറ്റവും നല്ല പ്രോജക്റ്റ് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ദമാക് ഐലൻഡ്. ദമാക് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു 6 ഐലൻഡ് കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഹൂവർ വിൽ ഇൻവെസ്റ്റ് 4 bedroom ടൗൺ ഹൗസ് അല്ലെങ്കിൽ ഒരു 5 bedroom ടൗൺ ഹൗസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ വില്ല, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലും നല്ല രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ അവർക്ക് കിട്ടുന്നതായിരിക്കും. ദമാക് എന്ന് പറയുന്ന ഡെവലപ്പറിന്റെ ഹിസ്റ്ററിയും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ മുമ്പത്തെ പ്രോജക്റ്റ് ദമാക് ലഗൂൺസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 4 bedroom ആ സമയത്ത് സെൽ ചെയ്തുകൊണ്ടായിരുന്നത് 1.6 million dirhams. അതേ സംഭവം ഇപ്പൊ അവര് സെൽ ചെയ്യുന്നുള്ളത് 2.9 million ആണ്. സോ അത്രത്തോളം അപ്രീസിയേഷൻ അതിൽ കിട്ടിക്കഴിഞ്ഞു. ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ടർ കോൺസെപ്റ്റ്. ഐലാൻഡിലായാലും ലഗൂൺസിലായാലും ഫുള്ളി വാട്ടർ കോൺസെപ്റ്റഡ് ആണ്. ദമാക് ഐലൻഡ്സിന്റെ അമ്യൂണിറ്റീസ്, ദെൻ പേയ്മെന്റ് പ്ലാൻ, അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ്. ദമാക് ഐലൻഡിന്റെ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50+ അമ്യൂണിറ്റീസ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഐലൻഡ് കോൺസെപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ മലിബോ, ബാലിബാലി, ഫിജി, ഓൾ ദാറ്റ് ഐലൻഡിൽ എന്തൊക്കെയാണോ ഫെസിലിറ്റീസ് ഉള്ളത് എക്സാക്ട്ലി ആ ഫെസിലിറ്റീസ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് കൊണ്ടുവന്നിരിക്കുക. സോ അമ്യൂണിറ്റീസ് അൺലിമിറ്റഡ് ആണ്, എന്ത് ചോദിച്ചാലും അവിടെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നുള്ളത് എമിറേറ്റ്സ് റോഡിലാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മക്തൂം എയർപോർട്ടും അതുപോലെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മിഡിലായിട്ടാണ്. ഈക്വലി 20 minutes ഫാർ അവേ ആണ് രണ്ട് എയർപോർട്ടിന്. ആ ഒരു ഡെവലപ്മെന്റ് അഡ്വാൻറ്റേജും ഇവിടെയുള്ളവർക്ക് തീർച്ചയായിട്ടും. ഇതിന്റെ പേയ്മെന്റ് പ്ലാൻ വരുന്നത് 20% ഡൗൺ പേയ്മെന്റ് ചെയ്യുക, 4% DLD കൊടുക്കുക, രജിസ്ട്രേഷൻ ഇസ് ഫിനിഷ്. പിന്നെ നിങ്ങൾ 1% വെച്ച് മന്ത്ലി അടിച്ചു പോയാൽ മതി. ഇൻ ബിറ്റ്വീൻ ഒരു ബുള്ളറ്റ് പേയ്മെന്റ് ഉണ്ടാവും 5%. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് ഡ്യൂറിംഗ് ദ കൺസ്ട്രക്ഷൻ 75% പേ ചെയ്യണം. ഓൺ ദ ടൈം ഓഫ് ഹാൻഡ് ഓവർ ബാലൻസ് 25% പേ ചെയ്താൽ മതി. ഹാൻഡ് ഓവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2028 Q4 നിങ്ങൾക്ക് കിട്ടുന്നുള്ള ഹാൻഡ് ഓവർ. ദമാക് ഐലൻഡ്സിൽ ഒരു 4 bedroom 5 bedroom ടൗൺ ഹൗസസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്ററിന് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഗോൾഡൻ വിസ കിട്ടുമെന്നാണ് അറിയുന്നത്. എക്സാക്ട്ലി യു ആർ റൈറ്റ്. നോർമലി ദുബായിൽ ഒരു 2 million dirhams വർത്ത് വരുന്ന ഏതൊരു പ്രോപ്പർട്ടി വാങ്ങിയാലും നിങ്ങൾക്ക് ഗോൾഡൻ വിസ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ദമാക് ഐലൻഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സ്പോൺസർ, അതായത് നിങ്ങളുടെ ഫാമിലീസിനും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും ഫ്രീ ഓഫ് കോസ്റ്റിൽ ഗോൾഡൻ വിസ. അതാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹൈലൈറ്റ്. 4 to 5 bedroom ടൗൺ ഹൗസസ്, സ്റ്റാൻഡ് അലോൺ വില്ലാസ്, മാൻഷൻസ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ദമാക് ഐലൻഡ്സ്. ഇതിന്റെ പ്രൈസിംഗ് ഡീറ്റെയിൽസ് എന്താ? 4 bedroom ടൗൺ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.3 million. അതുപോലെ 5 bedroom ടൗൺ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3.3 million. പിന്നെ 6 bedroom സ്റ്റാൻഡ് അലോൺ വില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് 7 million. അതുപോലെ 7 bedroom മാൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 million ആണ്. ഇറ്റ്സ് ഓൾ വാട്ടർ ഫ്രണ്ട് ആണ്. ഹ്യൂജ് റെസ്പോൺസസ് ആൻഡ് എൻക്വയറീസ് ആണ് ദമാക് ഐലൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സിന്ധു, ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ മോർ ദാൻ 50% സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. വെരി ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എന്ത് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എൻക്വയറീസോ കാര്യങ്ങളോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഗൈഡൻസ് തരുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർട്ടി ദുബായിൽ, UAE എവിടെ വേണമെങ്കിലും കണ്ടെത്തുന്നതിൽ അതിനുള്ളൊരു സപ്പോർട്ട് കൂടി മിസ്റ്റർ അബ്ദുൾ ബഷീറിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായും.